എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല പഫി ആയിട്ടുള്ള പൂരിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാലയും. അത് തന്നെ പൂരി മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാം. ഇതിനുവേണ്ടി ഞാൻ 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 400 ഗ്രാം ഉണ്ട്. അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് കഴുകി ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വെള്ളം ഇത്രയും ചേർത്ത് ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലടിച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നോട്ടെ. ഇതവിടെ വേവുന്ന സമയത്ത് പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാൻ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഈ റവ നമ്മൾ ചേർക്കുന്നത് ഈ പൂരി ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയത്തേക്കൊന്ന് വീർത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ എണ്ണയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ അതങ്ങ് ചുങ്ങിപ്പോകുമല്ലോ. നമ്മൾ റവ ചേർക്കുകയാണെങ്കിൽ അത് കുറച്ച് സമയം കൂടുതൽ അതിങ്ങനെ വീർത്തിരിക്കും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. ഇനി മാവ് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഈ പൂരിക്കുള്ള മാവ് കുഴയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, വെള്ളം ഒട്ടും കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ പൂരി കൂടുതൽ എണ്ണ കുടിക്കും വറുത്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് സ്റ്റിഫായിട്ടുള്ളൊരു മാവായിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴയ്ക്കുമ്പോൾ സാധാരണ 1 കപ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം, ആ ഒരു അളവിലാണ് മിക്ക പൊടികൾക്കും വേണ്ടി വരാറുള്ളത്. പൂരിക്കുള്ള മാവാകുമ്പം 1/4 കപ്പ് വെള്ളവും പിന്നെ ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം അത്ര മാത്രമേ ചേർക്കാവുള്ളൂ. പിന്നെ മറ്റൊന്നുള്ളത്, ഈ മാവ് ഒന്ന് സ്റ്റിഫാണെങ്കിലും വല്ലാണ്ടങ്ങ് ഡ്രൈ ആയിട്ടുള്ള മാവാകരുത് കേട്ടോ. അങ്ങനെ ആയാൽ പൂരി കൂടുതൽ ഹാർഡാകും. ഇവിടെ ഇത്രയും മാവ് കുഴയ്ക്കാനായിട്ട് ഞാൻ 1 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം അത്രയാണ് കൃത്യമായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ട ഇതേപോലെ കുറച്ച് സ്റ്റിഫായിട്ടുള്ളൊരു മാവാണ്. ഈ മാവ് നമ്മൾ അധിക സമയമൊന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ എല്ലാം ഒന്ന് കൂടി ഒരു മാവായിട്ടങ്ങ് കിട്ടിയാൽ മാത്രം മതി. ഒത്തിരി നേരം തേച്ച് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അധിക സമയം റെസ്റ്റ് ചെയ്യാൻ ഇത് വെക്കാൻ പാടില്ല കേട്ടോ. കാരണം ഇത് ഇരിക്കും തോറും ഇതിൽ ഈർപ്പം കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ്, കൂടിപ്പോയാൽ 20 മിനിറ്റ് അത്രയും സമയം മാത്രമേ ഈ പൂരിക്കുള്ള മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂരി മസാല തയ്യാറാക്കിയെടുക്കാം. ഇവിടെ കുക്കർ ഓഫ് ചെയ്തു, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ പാകത്തിനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നിറച്ചും കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 6-7 വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണേ. കാരണം ഇഞ്ചിയുടെ കഷ്ണമൊക്കെ നമ്മൾ മസാലയിലേക്ക് അടിച്ചാൽ അത്രയ്ക്കൊരു രുചി ഉണ്ടാവില്ല. അപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ അങ്ങ് ചതച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8-10 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണത്. ഒരു ചെറിയ പിടി അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഈ അണ്ടിപ്പരിപ്പിൻ്റെയും കളറൊന്ന് മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വലിയ 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 200 ഗ്രാമാണുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്നും പോകുന്നത് വരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് തന്നെ ഈ മസാലയിലേക്ക് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ച് ചേർക്കുക. നമ്മൾ ആ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കുക്കായി വരണം കേട്ടോ. എങ്കിലാണ് ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര തിക്നെസ്സാണ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നമ്മൾ അവസാനം ചേർത്താൽ അതൊന്ന് കടിക്കാനായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കറി കൂടുതൽ കളർഫുള്ളാകും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സവാളയൊക്കെ വഴറ്റിയ സമയത്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ രീതി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം.
റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഈ മാവ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. എന്നിട്ടിത് ചെറിയ ചെറിയ ഉരുളകളാക്കാം. ചപ്പാത്തിയുടെ ഉരുളയേക്കാളും വലിപ്പം കുറവായിരിക്കണം പൂരിക്കുള്ളത്. പിന്നെ ഓരോ ഉരുളയും നന്നായിട്ട് അമർത്തി ഉരുട്ടിയെടുക്കണം, വിള്ളലൊന്നും ഇല്ലാതെ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള വിള്ളലൊന്നും ഇല്ലാത്ത ഉരുളയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഉരുളകളൊക്കെ ഒരുമിച്ചിട്ടാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കില്ല, കാരണം ഇതിൽ വെള്ളം വളരെ കുറവാണ്. ഇനി ഓരോ ഉരുളയെടുത്ത് പരത്തിയെടുക്കുക. ഓരോന്നും പരത്തുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ മൂടി വെച്ചേക്കാം, അല്ലെങ്കിൽ അങ്ങ് ഡ്രൈ ആയി പോകും. കൗണ്ടർ ടോപ്പിൽ ഒരല്പം പൊടി വിതറി കൊടുക്കുക. പൊടി ഒത്തിരി കൂടിപ്പോരുത് കേട്ടോ. കൂടിപ്പോയാൽ നമ്മൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ പൊടിയൊക്കെ കൂടുതലും കരിഞ്ഞു പിടിക്കും. അധികം കട്ടി കുറഞ്ഞു പോരുത്. ചപ്പാത്തിയേക്കാളും ഒരല്പം കൂടി കട്ടിയിലാണ് നമ്മൾ പൂരിക്കുള്ള മാവ് പരത്തിയെടുക്കുന്നത്. ഏകദേശം 30 ഗ്രാം വീതം വരുന്ന ഉരുളകളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. പരത്തുമ്പോൾ അത് ഒരു 4.5 തൊട്ട് 5 ഇഞ്ച് വട്ടം വരെയുള്ള ഡിസ്കാക്കി പരത്തിയെടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണയുടെ ചൂട് കുറഞ്ഞു പോയാലും പൂരി കൂടുതൽ എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിങ്ങനെ വീർത്ത് വരും. പതുക്കെ അമർത്തി കൊടുക്കുക. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ എപ്പോഴും വെച്ചാൽ മതി. ഇനി എണ്ണയുടെ ചൂട് വല്ലാണ്ട് കൂടുതലാണെങ്കിൽ മാത്രം ഒരല്പം തീ കുറച്ച് എണ്ണയുടെ ചൂട് കുറയ്ക്കുക. അതായത് നമ്മൾ ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളർ കൂടുതൽ അങ്ങ് മാറിപ്പോകുന്നുണ്ട് തോന്നുവാണെങ്കിൽ മാത്രം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇപ്പോൾ ഈ രീതി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ പൂരി അല്പം പോലും എണ്ണ കുടിക്കില്ല. പിന്നെ നമ്മൾ റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് സമയം കൂടി പഫിയായിട്ട് ഇങ്ങനെ ഇരുന്നോളും. അധികമായിട്ടുള്ള എണ്ണ ഇതുപോലെ നന്നായിട്ട് കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതെടുത്ത് വയ്ക്കാൻ. ഇത് ചൂടോടുകൂടി തന്നെ വിളമ്പണം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, പൂരിയും പൂരി മസാല ഉണ്ടാക്കുമ്പോൾ ആദ്യം പൂരി മസാല തയ്യാറാക്കി വയ്ക്കുക. എന്നിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കുക. പൂരി തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഫി പൂരിയും പൂരി മസാലയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.